യാത്രകളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ അല്ലേ? എത്ര മടി പിടിച്ച് വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒരു യാത്ര പോകുന്നു എന്ന് കേൾക്കുമ്പം എന്നാ ഒന്ന് ഇറങ്ങിയാലോ എന്നൊക്കെയുള്ള ചിന്തകളുണ്ടാകും. അതുപോലത്തെ ഒരാളാട്ടോ ഞാനും. എന്നെ ശരിക്കും ഒരിടത്ത് ഇരുത്തിയാൽ ഞാൻ അവിടെ തന്നെ ഇരുന്നോളും. അതിനിയിപ്പോൾ ഒരാഴ്ചയാണെങ്കിലും ഒരു മാസമാണെങ്കിലും നിങ്ങൾ ഈ റൂമിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് കുറച്ച് ഫുഡൊക്കെ സമയത്തിന് തരുവാണെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരുന്നോളും. പക്ഷെ അതേ സമയത്ത് പുറത്തെവിടെയെങ്കിലും പോവാം, ഒരു യാത്രയായാലോ എന്ന് എന്നോട് ചോദിച്ചാൽ 1 കിലോമീറ്റർ 2 കിലോമീറ്ററിലൊന്നും അല്ല, ഒരു 100 കിലോമീറ്റർ താണ്ടിയിട്ടൊരു യാത്രയായാലോ എന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ റെഡിയാട്ടോ. എനിക്ക് ഓരോ കാഴ്ചകളും ഓരോ നിശബ്ദമായിട്ടുള്ള ഓരോ റോഡുകളും, ഈ നിശബ്ദമായെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, ഒരു ഹോണടിയും തിരക്കും ട്രാഫിക്കും ഒന്നുമില്ലാത്ത റോഡുകളാട്ടോ. അപ്പോൾ എന്തായാലും ഞാനും അങ്ങനെ ഒരു യാത്രയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ കാര്യമൊന്നും പ്രത്യേകിച്ച് പറയണ്ട. എനിക്ക് ഈ കുടിക്കാനും കഴിക്കാനും ഇല്ലെങ്കിലും ഞാൻ ഇങ്ങനെ ഇരുന്ന് കാഴ്ചകൾ കണ്ടിട്ടിരുന്നോളും. ഒരിടത്തും ഇറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും എൻ്റെ യാത്രകളൊക്കെ തുടങ്ങി ഞാനിവിടെ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ എൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. ഇനി വീട്ടിലേക്കൊന്ന് പോകണം. എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. ഇവിടെ വന്നപ്പോൾ നല്ല ടയർഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കയറി വന്നപ്പോൾ ഉള്ള വീഡിയോ ഞാൻ എടുക്കാത്തത്. സമയം വൈകുന്നേരം ഒരു 4:30 ആയിട്ടുണ്ട്. കുറച്ച് ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബാംഗ്ലൂർ ക്ലൈമറ്റ് പോലെ തന്നെയുണ്ട്. പിന്നെ സ്ഥലം എവിടെ നിന്നാണോ? സ്ഥലം ഇത് വയനാട് തന്നെയാണ്. വേറെ എങ്ങോട്ടേക്കുമല്ല, നാട്ടിൽ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഓരോ വീഡിയോസ് ഇടാം കേട്ടോ. ഒരുപാട് നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഒരുപാടെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 11 മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ഉണ്ട്. കുടുംബക്കാരായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകണം, ഒരുപാട് ആളുകളെ കാണണം. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. നല്ല ടയർഡും കാര്യങ്ങളും. ഇവിടെയാണെങ്കിൽ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ ക്രിസ്മസിന് 10 ദിവസം മുൻപേ ആഘോഷങ്ങളായിരിക്കും. ഇപ്പോൾ അതൊക്കെ അങ്ങ് മറന്നു. എന്തായാലും നൈറ്റ് നല്ല പത്തിരിയും ചിക്കൻ കറിയും ചായയൊക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 11:45 നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ പടയപ്പ റീ റിലീസ് കാണാൻ വന്നതാണ്. അതും കണ്ടു കഴിഞ്ഞ് പോയി കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. ബൈ.